കോർഡിനേറ്റ്സ് ഓൺ പാരലോഗ്രാം സാമാന്തരികത്തിലെ സൂചക സംഖ്യകൾ. പാരലോഗ്രത്തിന്റെ കോർഡിനേറ്റ്സ് കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അത് നമ്മൾ 9ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിലാണ് അതിന്റെ എളുപ്പ വഴി പഠിക്കുന്നത്. അത് കാരണം തന്നെ ഞാൻ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നില്ല. വളരെ എളുപ്പത്തിലുള്ള പാരലോഗ്രത്തിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള രണ്ട് പ്രോബ്ലംസ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നോക്കിയതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന 9th ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണണം. അത് കഴിഞ്ഞിട്ടേ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ കോർഡിനേറ്റ്സ് ഓൺ പാരലോഗ്രത്തിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചെയ്യും. അതിനുശേഷം നിങ്ങൾ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ട് കണ്ട് ഒരു പാരലോഗ്രത്തിലെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഇതിലിനി എടുക്കാൻ പോകുന്ന അടുത്ത സെക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇതിലെ 2 എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ പ്രോബ്ലം പേജ് നമ്പർ 133 ആണ്. ഡ്രോ എ പാരലോഗ്രാം വിത്ത് അഡ്ജസെന്റ് സൈഡ്സ് 4 cm and 6 cm and angle between them 60 degree. Also write the coordinates of the vertices of parallelogram you have drawn. സമീപവശങ്ങൾ 4 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററും അവക്കിടയിലെ കോൺ 60 ഡിഗ്രിയുമായ സാമാന്തരികം സൂചക സംഖ്യാ തലത്തിൽ വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കുന്ന സാമാന്തരികത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ എഴുതുക. സോ ഇവിടെ നമുക്കൊരു പാരലോഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. ആദ്യം ഇതിന്റെ അഡ്ജസെന്റ് സൈഡ്സ് തന്നിട്ടുണ്ട്, സമീപവശങ്ങൾ. സോ ലെങ്ത് കൂടിയതിന് നമുക്ക് 6 എന്നും എടുക്കാം, ലെങ്ത് കുറഞ്ഞതിന് 4 എന്നും എടുക്കാം. പിന്നെ തന്നിരിക്കുന്ന ഈ ആംഗിൾ 60 ഡിഗ്രി എന്നാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു വേർട്ടെക്സ് ഒറിജിൻ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് എ ആണ്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഇത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. അപ്പോൾ എന്റെ കോർഡിനേറ്റ്സ് എന്ത് എഴുതണം? 6,0. ബിക്കോസ് ഈ പോയിന്റ് എക്സ് ആക്സിസിലായതുകൊണ്ട് 6,0. ഇത് രണ്ടെണ്ണം ആദ്യം മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റ് എവിടെ മാർക്ക് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ 60 ഡിഗ്രി തന്നതിന് നമ്മൾ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കും. ഓക്കെ, നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച പോലെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കും. കാരണം ഇവിടെ 60 ഡിഗ്രി ആണല്ലോ. സോ ഇത് നമുക്കറിയാം, ഇത് എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് മാറ്റിയിട്ട് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഈ ലെങ്ത് ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഈ ലെങ്ത്തും കണ്ടുപിടിക്കണം, ഈ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം, ഇത് 60 ഡിഗ്രി ആണ്. നമുക്ക് അറിയാവുന്ന എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഇത് എന്ന് പറയുന്നത് അഡ്ജസെന്റ് സൈഡാണ്, ഇതെന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. സോ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും കണക്ട് ചെയ്യുന്നത് സൈൻ 60 ആണ്. സൈൻ 60 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4 ആണ്. ഓക്കെ, സൈൻ 60യുടെ വാല്യൂ എത്രയാണ്? √3/2 ആണ്. √3/2 ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ 4 വരിക. ഓക്കെ, സോ 2 ഡിനോമിനേറ്റേഴ്സ് നോക്കാം. ഈക്വൽ ഫ്രാക്ഷൻസ്, ഡിനോമിനേറ്റേഴ്സ് 2,4. രണ്ടും 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. സോ നമുക്ക് √3 = ഓപ്പോസിറ്റ് സൈഡ് ബൈ 2 എന്ന് കിട്ടിയാൽ ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് 2√3 എന്ന് കിട്ടും. അതായത് ഇത് 2√3 ആണ്. ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് ആ കോസിന്റെ ഇതിലേക്ക് പോകണം എന്നില്ല, അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ടാനിലേക്ക് പോകാതെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 60 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 30 ആയിരിക്കും. 30, 60, 90 വന്നാൽ റേഷ്യോ 1:√3:2 ആണ്. നമുക്ക് അറിയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 4 ആണ്. അത് ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് 4 ആയത്. സോ √3നെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2√3 കിട്ടും. 1നെ ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2 കിട്ടും. സോ ഈ ലെങ്ത് 2 എന്ന് വരും. ഇത് 2√3. അപ്പോൾ ഒറിജിനിൽ നിന്ന് 2 യൂണിറ്റ് മാറി നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക.
ഒറിജിനിൽ നിന്ന് 4 സെന്റിമീറ്റർ, കാരണം ഈ 2√3 നമുക്ക് മെഷർ ചെയ്യാൻ വിഷമാണ്. സോ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ മതി. 4 സെന്റിമീറ്റർ ആ പോയിന്റിനെ കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടുത്തെ വേർട്ടെക്സ് കിട്ടും. ഓക്കെ, അവിടെ നിന്ന് വീണ്ടും ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ. ഇവിടെ നിന്ന് 6 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ് മാർക്ക് ചെയ്യാം. പിന്നെ അതും എയും കൂടെ ജോയിൻ ചെയ്താൽ മതി. ഇതാണ് മെത്തേഡ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യം ഒരു കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കാം, എന്നിട്ട് O മാർക്ക് ചെയ്യാം, എയും മാർക്ക് ചെയ്യാം. കൂടുതൽ കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ 1 by 1 ആയിട്ട് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ നമുക്കൊരു പാരലോഗ്രാം വരയ്ക്കാം. ആദ്യം കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കണം. പാരലോഗ്രാം വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ട്രയാങ്കിൾ വരയ്ക്കാനും റെക്ടാങ്കിൾ വരയ്ക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. ട്രയാങ്കിളിൽ ചെറിയ കാര്യങ്ങൾ നോക്കണമെന്നേ ഉള്ളൂ. ഐസോസെൽസും ഈക്വലാറ്ററൊക്കെ തന്നാൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷെ പാരലോഗ്രത്തിന്റെ കേസിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു മാർക്ക് ചെയ്യാം. എക്സ് ഡാഷ് എക്സ്, വൈ വൈ ഡാഷ്. ഓക്കെ, ഇനി നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. 1 യൂണിറ്റ് 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ പോസിറ്റീവ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മാത്രമേ പോയിന്റ് മാർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും താഴേക്കും വരയ്ക്കുന്നില്ല. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഇവിടേക്ക് നെഗറ്റീവ് നമ്പേഴ്സ്, ഇവിടെ ഒറിജിൻ, ഇവിടെ പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 4 5 6. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വേർട്ടെക്സ് ഒറിജിൻ ആക്കി വെക്കുക. സോ ഒരു വേർട്ടെക്സ് ഒറിജിൻ 0 0. രണ്ടാമത്തെ വേർട്ടെക്സ് 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആവുമ്പോൾ 6 0 വരും. സോ ഇതാണ് 6 0. ഈ പോയിന്റ് A 6 0 എന്ന് വരും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനിയാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 2 ആക്കണം. കാരണം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ അത് 2ലാണ് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അത് 2. ഇനി അവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ലെങ്ത് 2√3 ആവണമെന്ന് നമുക്കറിയാം. പക്ഷെ 2√3 2 × √3 ഒക്കെ കണ്ടുപിടിച്ച് ഈ സ്കെയിലിൽ മെഷർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഡെസിമൽ നമ്പർ കിട്ടുക, അത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, 2ൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ, ഡോട്ടഡ് ലൈനിൽ വരച്ചേക്കുക. മനസ്സിലായല്ലോ? ഇവിടെ 2 കണ്ടെത്തേണ്ടത് മാത്രമാണ് നിങ്ങൾ ഈ റേഷ്യോ ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടത്. ഇനി നോക്കാം, ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ലെങ്ത് തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ ആണ്. സോ ഒറിജിനിൽ നിന്ന് 4 സെന്റിമീറ്ററിൽ ആ പെർപെൻഡിക്കുലർ കൂട്ടിമുട്ടുന്ന വിധത്തിൽ ഒരു പോയിന്റ് വരയ്ക്കുക. ഓക്കെ, സോ ഈ പോയിന്റ് ആണ് നമ്മുടെ മൂന്നാമത്തെ വെർട്ടെക്സ്. ഓക്കെ, ഞാനിവിടെ OA, ഇതിന് B എന്നും ഇതിന് C എന്നും കൊടുക്കുന്നു. സോ ഇതാണ് എന്ത്? C. സിയിൽ നിന്ന് വീണ്ടും നേരെ 6 സെന്റിമീറ്റർ. അപ്പൊ C എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 2ൽ നിന്ന് 6 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ 8ലെത്തും. ഓക്കെ, സോ 8ൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ചെരിഞ്ഞു പോകും, പാരലായിട്ടൊന്നും കിട്ടില്ല. സോ പെർപെൻഡിക്കുലർ വരച്ചേക്കുക. ഡോട്ടഡ് ലൈനിൽ വരച്ചാൽ മതി. എന്നിട്ട് സിയിൽ നിന്ന് കറക്റ്റ് 6 ആയിരിക്കും, എക്സ് ആക്സിസിന് പാരലായിട്ട് നമ്മൾ വരയ്ക്കുന്നു. സോ ഈ പോയിന്റ് ആണ് B. പിന്നീട് നമുക്ക് സുഖമാണ്, ബിയിൽ നിന്ന് A ജോയിൻ ചെയ്താൽ മതി. പാരലോഗ്രാം വരച്ചു കഴിഞ്ഞു. OABC. നമുക്ക് പാരലോഗ്രത്തിന് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇത് ഓൾറെഡി കണ്ടുപിടിച്ചു. O, ഇത് A എന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സിയും ബിയും കണ്ടുപിടിക്കാം. സിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും നോക്കിയിട്ട് പറയൂ. സി ഇവിടെ 2ഉം. ഇനി y കോർഡിനേറ്റ് എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് y കോർഡിനേറ്റ്.
ആ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 2√3. സോ ഇത് 2√3. അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ 3ന്റെ മുകളിലാണ് പോകുന്നത്, 3 അല്ല. ഊഹത്തിൽ എഴുതാൻ പാടില്ല. ഓക്കെ. ഇനി ഇവിടെയോ ബിന്റെ കോർഡിനേറ്റ്സോ, ബിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ താഴേക്ക് വരയ്ക്കുമ്പോൾ അത് 8ലാണ് മുട്ടുന്നത്. വാട്ട് അബൌട്ട് വൈ കോർഡിനേറ്റ്? ഈ ലൈൻ ഇസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. സോ അതിന്റെ വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. സോ ഇതെന്ത് വരും? 2√3 എന്ന് വരും. പാരലോഗ്രത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. SSLC മോഡൽ 2017 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചിത്രം ശ്രദ്ധിക്കുക. ഇൻ ദ ഫിഗർ ബിലോ ABCD is a parallelogram. The lines AP and DQ are parallel to the x-axis and the lines BP and CQ are parallel to the y-axis. What are the lengths of AP and BP? What are the lengths of DQ and CQ? What are the coordinates of C? ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. AP, DQ എന്നീ വരകൾ x അക്ഷത്തിന് സമാന്തരവും BP, CQ എന്നീ വരകൾ y അക്ഷത്തിന് സമാന്തരവുമാണ്. AP, BP ഇവയുടെ നീളമെന്ത്? DQ, CQ ഇവയുടെ നീളമെന്ത്? സിയുടെ സൂചക സംഖ്യകൾ എഴുതുക. ആക്ച്വലി നമുക്ക് ഈ ഒരു പാരലോഗ്രത്തിന്റെ വേർട്ടീസസ് കണ്ടുപിടിക്കാൻ, ഓപ്പോസിറ്റ് വേർട്ടീസസ് തന്നിട്ടുണ്ട്, മറ്റു 2 വേർട്ടീസസും കണ്ടുപിടിക്കാൻ, 3 വേർട്ടീസസ് തന്നിട്ടുണ്ട്, 4ാമത്തെ വേർട്ടക്സ് കണ്ടുപിടിക്കാൻ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഇങ്ങനെ 2 ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. പക്ഷെ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിൽ ഒരു എളുപ്പ വഴിയുണ്ട്. ആ രീതിയിൽ ചെയ്യുമ്പോൾ മാർക്ക് ഒട്ടും നഷ്ടപ്പെടാതെ വരും. അപ്പൊ ഈ രീതിയിൽ തന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് APയുടെയും BPയുടെയും ലെങ്ത് ആണ്. അതിനു വേണ്ടിയിട്ട് Pന്റെ കോർഡിനേറ്റ്സും Qന്റെ കോർഡിനേറ്റ്സും നമ്മൾ കാണണം. ഓക്കെ. സോ നമുക്ക് ആദ്യം Pന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് AP പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. AP എക്സ് ആക്സിസിന് സമാന്തരമാണെന്ന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇത് 5 ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? 5 ആണ്. ഇനി ഇത് y ആക്സിസിന് പാരലൽ തന്നിട്ടുണ്ട്. സോ അതിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. സോ ഇവിടെ 6, 5 എന്ന് വരും. അപ്പൊ Pന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Pന്റെ കോർഡിനേറ്റ്സ് കിട്ടിയാൽ നമുക്ക് APയുടെ നീളം കണ്ടുപിടിക്കും. അപ്പൊ നോക്കി, APയുടെ നീളം വലതുവശത്തേക്കാണ് പോയിരിക്കുന്നത്, പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. സോ എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. 2ൽ നിന്ന് 6 എത്തി. അപ്പോൾ എത്രയാണ്? 4. ഓക്കെ. ഇനി ഇവിടെ നോക്കുക. ഇവിടെ എന്താ വരിക? കുത്തനെയുള്ള വരയുടെ ലെങ്ത് കാണണമെങ്കിൽ y കോർഡിനേറ്റ്സ് തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. ഇവിടെ 5 ആയിരുന്നു, അത് മുകളിൽ 7 ആയി. അപ്പൊ എത്ര വ്യത്യാസം വന്നു? 2. സോ നമുക്ക് ആൻസർ എഴുതാം. ഒന്നാമത്തതിന്റെ ആൻസർ AP is equal to 4 units. BP is equal to 2 units. ഇതൊരു പാരലോഗ്രാം ആണ്. സോ APയുടെ അതേ ലെങ്ത് തന്നെയായിരിക്കും DQനും. സോ AP 4 ആണെങ്കിൽ DQയും എന്ത് തന്നെയാണ്? 4 ആണ്. സോ അത് നമുക്ക് കാണാൻ പറഞ്ഞിരുന്നു. DQയുടെ ലെങ്ത് 4 യൂണിറ്റ്സ് ആയിരിക്കും. അതേപോലെ CQന്റെ ലെങ്ത്തും കാണാൻ പറഞ്ഞിരുന്നു. CQയുടെ ലെങ്ത്തും എന്ത് തന്നെയാണ്? 2 യൂണിറ്റ്സ് ആയിരിക്കും. സോ നമുക്ക് DQന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. DQന്റെ കോർഡിനേറ്റ്സിൽ Qന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഓക്കെ. സോ ഇവിടെ 3 ആയിരുന്നു, 4 യൂണിറ്റ് ഇങ്ങോട്ട് മാറി, അപ്പോൾ 7 ആകും. ഓക്കെ. ഇനി ഈ 2 ലൈനും ഡിയും ക്യൂവും ജോയിൻ ചെയ്യുന്ന ലൈൻ എക്സ് ആക്സിസിന് പാരലൽ ആണ്. സോ അതിന്റെ y കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പൊ 7, 8 എന്ന് വരും. ഇനി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ CQ എന്ന് പറഞ്ഞ ലൈൻ y ആക്സിസിന് പാരലൽ ആണ്. സോ എക്സ് കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. y കോർഡിനേറ്റോ കുത്തനെയുള്ള ലൈനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 2 ആണെന്ന്. സോ 8 + 2 10 എന്ന് കിട്ടും. സോ നമുക്ക് മൂന്നാമത് ആൻസർ ചെയ്യാൻ പറഞ്ഞത് സിയുടെ കോർഡിനേറ്റ്സ് ആണ്. കോർഡിനേറ്റ്സ് ഓഫ് C 7, 10.
ഇനി നിങ്ങൾ 9ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുക, ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്റർ. അവിടെ നിങ്ങൾക്ക് ഈ പാരലോഗ്രത്തിന്റെ 3 വെർട്ടീസസ് തന്നാൽ 4ാമത്തെ വെർട്ടീസസ് കാണാനുള്ള എളുപ്പ വഴി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ ആ പ്രോബ്ലത്തിലേക്ക് പോയി അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന എക്സസൈസുകളും ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് വരും. കോർഡിനേറ്റ്സ് ഓൺ ട്രപ്പീസിയം, ലംബകത്തിന്റെ സൂചക സംഖ്യകൾ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്, അത് ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 5, പേജ് നമ്പർ 136. A large trapezium made up of 4 equal trapeziums. Find the coordinates of the vertices of all these trapeziums. തുല്യമായ 4 ലംബകങ്ങൾ ചേർന്നൊരു വലിയ ലംബകം. എല്ലാ ലംബകങ്ങളുടെയും മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം 4 ഡിഫറെന്റ് കളേഴ്സിൽ ട്രപ്പീസിയംസ് കാണാം. അതെല്ലാം കൂടെ ചേർന്ന് വലിയൊരു ട്രപ്പീസിയം ഉണ്ട്. നമുക്ക് ഈ ഓരോ ട്രപ്പീസിയത്തിന്റെയും കോർഡിനേറ്റ്സ്, വെർട്ടീസസിന്റെ കോർഡിനേറ്റ്സ് കാണണം. നമുക്ക് ആകെ അറിയാവുന്നത് ഈ ബേസിന്റെ ലെങ്ത് ആണ്. ബേസിന്റെ ലെങ്ത് 8 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 4 ട്രപ്പീസിയത്തിനെ 1, 2, 3, 4 എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് ഓരോന്നിന്റെയും കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് ലെറ്റ് us ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഫസ്റ്റ് ട്രപ്പീസിയം. അതിലൊരു വേർട്ടെക്സ് നമുക്കറിയാം എന്താണ്, ഒറിജിനാണ്. ഓക്കെ, ഇനി ഫിഗർ കാണുമ്പോൾ അറിയാം ഇതിന്റെ എല്ലാം ഈ 4 ട്രപ്പീസിയം ഈക്വൽ ട്രപ്പീസിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ 4 ഏരിയ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ ബേസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് 2 ട്രപ്പീസിയത്തിന്റെയും ബേസ് കൊടുത്തിരിക്കുന്നത്. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ 2 അറ്റത്തിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും. ഇവിടം മുതൽ ഇവിടം വരെ 8 ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടം മുതൽ ഇവിടം വരെ എത്രയായിരിക്കും ഡിസ്റ്റൻസ്? 4 ആയിരിക്കും. ഓക്കെ, സോ ഈ കോർഡിനേറ്റ് എന്തുവരും? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തുവരും? 40 എന്ന് വരും. ഇതിന്റെ കോർഡിനേറ്റ്സ് 40 ആണ്. ഇനി ഇവിടുന്ന് വീണ്ടും 4 അങ്ങോട്ടേക്ക് നീങ്ങുന്നു അല്ലെ, ഇവിടം വരെ 4, വീണ്ടും 4 റൈറ്റ് സൈഡിലേക്ക് നീങ്ങുമ്പോൾ 8. ഇവിടെ നിന്ന് വീണ്ടും 4 യൂണിറ്റ് റൈറ്റ് സൈഡിലോട്ട് മാറിയാലാണ് 2ാമത്തെ ട്രപ്പീസിയത്തിന്റെ ഒരു വേർട്ടെക്സ്. സോ ആ വേർട്ടെക്സും നിങ്ങൾക്ക് കാണാം ഓൺ എക്സ് ആക്സിസ് ആണ്. സോ അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റിന്റെ കൂടെ വീണ്ടും 4 കൂട്ടണം. സോ നമുക്ക് 80 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ബേസിസിലുള്ള വേർട്ടീസസ് ആയി കഴിഞ്ഞു. ഇനി നോക്കുക, ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ, സോ ഈ ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ സോ അതിന് ഈ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറ്റുള്ളൂ. സോ ഈ ഒരു വലിയ ട്രപ്പീസിയത്തിനെ നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്കൊരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെക്റ്റാങ്കിളിന്റെ പകുതിയാവും. ദാറ്റ് മീൻസ് ഒരു സ്ക്വയർ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡും എത്ര തന്നെയായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. സോ ഈ ഹൈറ്റ് 4 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എഴുതണമെങ്കിൽ താഴേക്ക് നോക്കുക, 8 ആണ്. y കോർഡിനേറ്റ് എഴുതണമെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വരിക, ഇത് 4 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. സോ നമുക്കിത് 84 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇത് ഈ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്. ഇവിടുന്ന് ഇവിടം വരെ ലെങ്ത് 4 ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റിനെ കണക്ട് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചാൽ അതെന്തായിരിക്കും? ഇതിന്റെ പകുതി അല്ലെ. അപ്പൊ 4 ആണ് ടോട്ടൽ. സോ ഇത്രയും 2 ആയിരിക്കണം കൂട്ടേണ്ടത്. സോ ഈ പോയിന്റ് 6ലായിരിക്കും വരിക. സോ 6 ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 6ഉം y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 4ഉം ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദിസ് പോയിന്റ്? ഇത് ഇത്രയും 4 ആണ് ലെങ്ത്.
ആണല്ലോ, അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 2 ആണ് വരിക. സോ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, മുകളിലോട്ടോ താഴോട്ടോ നോക്കും. അപ്പൊ മുകളിലേക്ക് നോക്കിയാൽ 6 കിട്ടും. ഇനി ഇതിന്റെ വൈ കോർഡിനേറ്റ് കാണണമെങ്കിൽ ഈ ഒരു ലെങ്ത്തിന്റെ പകുതി, ഇത് 4 ആണ്, അപ്പോൾ ഇത് എത്രയാണ്, 2. സോ നമുക്ക് 6 എന്ന് കിട്ടും. സോ നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രപ്പീസിയത്തിന്റെ 4 വേർട്ടീസസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. പർപ്പിൾ കളറിൽ ഷെയ്ഡ് ചെയ്തതിന്റെ 3 വേർട്ടീസസ് നമുക്ക് കിട്ടി. ലെറ്റ് us find the vertex of the coordinates of this vertex. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് കാണാൻ താഴേക്ക് പോകണം, അപ്പൊ അതാ 4. വൈ കോർഡിനേറ്റ് കാണാൻ ലെഫ്റ്റിലോട്ട് പോവാം, 2. സോ ഇതിന്റെ കോർഡിനേറ്റ്സ് 4, 2. സോ നമുക്ക് പർപ്പിൾ കളറിൽ ഷെയ്ഡ് ചെയ്ത ട്രപ്പീസിയത്തിന്റെ 4 വേർട്ടീസസുകളും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്ത ട്രപ്പീസിയത്തിന്റെ വേർട്ടീസസ് കണ്ടുപിടിക്കാം. 1, 2, 3 കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇതും കൂടെ കിട്ടിയാൽ മതി. ഇത് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ, എപ്പോഴും വേർട്ടീസസ് കാണണമെങ്കിൽ എക്സ് ആക്സിസിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കുക, വൈ ആക്സിസിലേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കുക, ഡോട്ടഡ് ലൈൻസേ വരയ്ക്കാവൂ. ഓക്കെ, സോ ഇത് എക്സ് ആക്സിസിലെ ഏത് പോയിന്റിലായിരിക്കും ടച്ച് ചെയ്യുക? ഇത്രയും 4 ആണ്, അതിന്റെ പകുതിയാണിത്. സോ ഈ പോയിന്റ് ഏത് വരും? 2 വരും. സോ എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റും 2. സോ നമുക്ക് ബ്ലൂ കളറിന്റെയും എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആകെയുള്ളത് ഈ ഒരു യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രപ്പീസിയത്തിന്റെ വേർട്ടീസസ് ആണ്. അതിൽ നമുക്ക് 2, 2 ഒന്ന് കിട്ടി, 6, 2 ഒന്ന് കിട്ടി, 6, 4 ഒന്ന് കിട്ടി. നൗ വാട്ട് അബൌട്ട് കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? എക്സ് ആക്സിസിൽ അത് ഇവിടെ എത്തും 4, വൈ ആക്സിസിൽ അത് 4-ലെത്തും. സോ 4, 4. സോ നമുക്ക് എല്ലാ കോർഡിനേറ്റ്സും, എല്ലാ ട്രപ്പീസിയത്തിന്റെയും കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്കതെല്ലാം എഴുതാം. ആദ്യത്തെ ഒന്നാമത്തെ ട്രപ്പീസി കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 0, 0, 4, 0, 4, 2, 2, 2. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രപ്പീസിയത്തിൻ്റെത് 4, 0, 8, 0, 4, 2, 6, 2. മൂന്നാമത്തെ ട്രപ്പീസിയത്തിൻ്റെത് ഗ്രീൻ കളറായിട്ടുള്ളതിന്റെ 6, 2, 8, 0, 8, 4, 6, 4. നാലാമത്തെ ട്രപ്പീസിയത്തിന്റെ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തത് 2, 2, 6, 2, 6, 4, and last one 4, 4. കോർഡിനേറ്റ്സ് ഓൺ സർക്കിൾസ്, വൃത്തങ്ങളിലെ സൂചക സംഖ്യകൾ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത് പോളിഗൺസിന്റെ ആയിരുന്നു. ആദ്യം നമ്മൾ റെക്ടാങ്കിൾ കണ്ടു, അവിടെ തന്നെ സ്ക്വയറും കണ്ടു. പിന്നീട് നമ്മൾ ട്രയാങ്കിളിലേക്ക് പോയി, പാരലോഗ്രം കണ്ടു. അത് കഴിഞ്ഞിട്ട് ട്രപ്പീസിയം കണ്ടു. ഇനി നമ്മൾ കോർഡിനേറ്റ്സ് ഓൺ സർക്കിൾസ്, വൃത്തങ്ങളിലെ സൂചക സംഖ്യകൾ കാണുകയാണ്. അതിൽ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഒരു SSLC ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ ശ്രദ്ധിക്കുക. O is the center of the circle. If the coordinates of A are 3, 0, find the coordinates of B, C, D. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. A 3, 0 ആയാൽ B, C, D എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണ്ടെത്തുക. ഫിഗറിലേക്ക് നോക്കാം. O സെന്റർ ആയിട്ട് ഒരു സർക്കിൾ നമുക്ക് കാണാം. നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന 4 പോയിന്റ്സും എയും ബിയും സിയും ഡിയും ഈ സർക്കിൾ കോർഡിനേറ്റ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. എയും സിയും എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. ബിയും ഡിയും വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അതിൽ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. കോർഡിനേറ്റ്സ് 3, 0 ആണ്. വൈ കോർഡിനേറ്റ് 0 ആണ്. ദാറ്റ് മീൻസ് ആ പോയിന്റ് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. 3 ആണ് അതിന്റെ എക്സ് കോർഡിനേറ്റ്.
ഇത് ഒറിജിൻ ആണ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത് 3 യൂണിറ്റ്സ് ആണ്. അതുകൊണ്ടാണ് ആ പോയിന്റ് 3 ആയത്. നമുക്കറിയാം ഒരു സർക്കിളിലെ സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ലെങ്തിനെ സർക്കിളിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നാണ് പറയുന്നത്. സർക്കിളിലെ എല്ലാ പോയിന്റ്സിലേക്കും സെന്ററിൽ നിന്നുള്ള ലെങ്ത് സെയിം ആയിരിക്കും, റേഡിയസ് സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത്തും 3 തന്നെയാണ്, ഒറിജിനിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത്തും 3 തന്നെയാണ്, ഒറിജിനിൽ നിന്ന് ഡിയിലേക്കുള്ള ലെങ്ത്തും 3 തന്നെയാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ 3 പോയിന്റ്സിന്റെയും വേർട്ടീസസ് എഴുതാൻ കഴിയും. ബി എന്ന് പറഞ്ഞ പോയിന്റ് y ആക്സിസിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ x കോർഡിനേറ്റ് 0 ആണ്. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ ലൈനിന്റെ ലെങ്ത് ആണ്. 0യിൽ നിന്ന് 3 യൂണിറ്റ് മുകളിലേക്ക് കയറുന്നു എന്ന് പറയുമ്പോൾ +3 വരും. സോ കോർഡിനേറ്റ്സ് ഓഫ് ബി ആർ 0,3. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് സി എഴുതാം. അത് സെന്ററിൽ നിന്ന് ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റ് ആണ്. അതായത് 0ത്തിൽ നിന്ന് 3 യൂണിറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്തായിരിക്കും? -3 ആയിരിക്കും. സിൻസ് ദ പോയിന്റ് സി ഈസ് ഓൺ എക്സ് ആക്സിസ്, ഇറ്റ്സ് y കോർഡിനേറ്റ് ഇസ് 0. സോ ദിസ് പോയിന്റ് -3 0. ഇനി നമുക്ക് കോർഡിനേറ്റ്സ് ഓഫ് ഡി കാണാം. ഡി y ആക്സിസിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ x കോർഡിനേറ്റ് 0 ആയിരിക്കും. ഒറിജിനിൽ നിന്ന് 3 യൂണിറ്റ് താഴേക്കാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് y ആക്സിസിലെ പോയിന്റ് ആണ്. സോ അതിന്റെ കോർഡിനേറ്റ്സ് 3 യൂണിറ്റ്സ് താഴേക്ക് പോകുമ്പോൾ -3 വരും. സോ കോർഡിനേറ്റ്സ് ഓഫ് ബി സി ഡി ആർ 0 3 -3 0 0 -3. ടെക്സ്റ്റ് ബുക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 6, പേജ് നമ്പർ 136. In the picture, the center O of the circle is the origin and AB are the points on the circle. ചിത്രത്തിലെ വൃത്തത്തിന്റെ കേന്ദ്രം ആധാരബിന്ദുവും A, B വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് A and B. A, B എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. നമുക്ക് ഒറ്റയടിക്ക് നോക്കിയിട്ട് ഫിഗർ നോക്കിയിട്ട് എയും ബിയും ഒന്നും എഴുതാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, കാരണം ഇത് എത്രയാണ് ഡിസ്റ്റൻസ് എന്നൊന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് ആകെ അറിയാവുന്നത് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ലെങ്ത് 2 യൂണിറ്റ് ആണ്. ദാറ്റ് മീൻസ് 2 എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എയുടെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എയിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്കും വരയ്ക്കും, അതേപോലെ നമ്മൾ പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്കും വരയ്ക്കും. ഓക്കെ, എന്നിട്ട് എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുക അത് എക്സ് കോർഡിനേറ്റ് ആയിട്ടും, വൈ ആക്സിസിൽ ഏത് പോയിന്റിലാണോ ടച്ച് ചെയ്യുക അത് വൈ കോർഡിനേറ്റ് ആയിട്ടും എഴുതും. ഇവിടെ 30 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ ഒരു ഡിഗ്രി മെഷർ, ഒരു ആംഗിൾ മെഷർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ട്രയാങ്കിളിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഈ എയിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഞാൻ ആ പോയിന്റിന് സി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണും, OCA എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണും. ഓക്കെ, സോ നമുക്ക് സ്റ്റെപ്പ് എഴുതുമ്പം ഡ്രോ പെർപെൻഡിക്കുലർ, ഇങ്ങനെയൊന്നും സ്റ്റെപ്പ് എക്സാമിന് എഴുതണമെന്നില്ല. പെർപെൻഡിക്കുലർ AC ഫ്രം A to എക്സ് ആക്സിസ്. എ എന്ന ബിന്ദുവിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് AC എന്ന ലംബം വരയ്ക്കുക. എന്നിട്ട് നമുക്ക് അവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടും. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പരിഗണിക്കുക, ട്രയാങ്കിൾ OCA. ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരയ്ക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്മൾ വരച്ച് കണ്ടുപിടിച്ച OCA എന്ന ട്രയാങ്കിൾ ഇവിടെയാണ് ഓയുടെ പൊസിഷൻ, ഇതാണ് C, ഇതാണ് A. ഓക്കെ, ഇനി ഈ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി.
പിന്നെ തന്നിരിക്കുന്ന OAയുടെ ലെങ്ത് ആണ് 2. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 30 ആണെങ്കിൽ മറ്റു രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഇത് 90 ഡിഗ്രി. സോ ഇതെന്താണ്? 60 ആണ്. ഓക്കെ. സോ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ആംഗിൾസ് 30, 60, 90 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:√3:2 എന്നായിരിക്കും. നിങ്ങൾക്ക് കാണാം, നമുക്ക് തന്ന സൈഡ് AO ആണ്. അത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ്. 90 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 2 തന്നെയാണ് ഉള്ളത്. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തെഴുതാം? 1. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തെഴുതാം? √3 എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പൊ നോക്കുക, OCയുടെ ലെങ്ത് ആണ് √3. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? സിന്റെ കോർഡിനേറ്റ്സ് 0യിൽ നിന്ന് √3 വലത്തോട്ട് മാറും. അപ്പോൾ √3 x കോർഡിനേറ്റ് വരും. y കോർഡിനേറ്റോ 0, ബിക്കോസ് C is a point on x axis. മനസ്സിലായോ? ഇനി നമുക്ക് ഈ y ആക്സിസുമായിട്ട് കണക്ട് ചെയ്ത പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് സിയുടെ കോർഡിനേറ്റ്സ് എഴുതണമെന്നില്ല. ഈ പോയിന്റ് √3 എന്ന് മാത്രം എഴുതിയാലും മതി. ഓക്കെ. ഇനി ഇവിടെ നോക്കാം, ഓയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് നമുക്ക് ഇവിടെ കിട്ടി സിയുടെ ലെങ്ത് 1 എന്ന് കിട്ടി. അപ്പോൾ അത് തന്നെയാണ് ഓയിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത്തും. ഇതും എത്രയാണ്? 1 ആണ്. അതായത് 0ത്തിൽ നിന്ന് 1 യൂണിറ്റ് മുകളിലേക്ക് മാറി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്? 0, 1. So we can write the coordinates of A. എയുടെ x കോർഡിനേറ്റ് കാണണമെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കാം. √3. താഴേക്കോ മുകളിലേക്കോ ആണ് x കോർഡിനേറ്റ് കാണാൻ എടുക്കുക. y കോർഡിനേറ്റ് കാണാൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കാം. സോ 1. സോ എന്റെ കോർഡിനേറ്റ്സ് കിട്ടി √3, 1. ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിന്റെ കോർഡിനേറ്റ്സ് ആണ്. ബിന്റെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ x ആക്സിസിലേക്ക് വരയ്ക്കുക. അതേപോലെ ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ y ആക്സിസിലേക്ക് വരയ്ക്കുക. ഈ പോയിന്റ് ഏതാണെന്നും ഈ പോയിന്റ് ഏതാണെന്നും കണ്ടെത്തിയാൽ ബിന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ കഴിയും. സോ നമ്മൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ ഇവിടെ ഞാൻ ഡി എന്ന് പേര് കൊടുത്താൽ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കിട്ടി, ODB. കൺസിഡർ ട്രയാങ്കിൾ ODB. എന്നാൽ ഈ ട്രയാങ്കിൾ ODBയിൽ നമുക്ക് ഒരു ആംഗിളും അറിയില്ല. നോക്കിക്കോളാം, ഇത് 30, ഇത് 90 എന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയും 120 ഡിഗ്രി വന്നു. 90, 30 കൂട്ടിയാൽ 120. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 3 ആംഗിൾസും കൂടുമ്പോഴാണ് ഒരു സെമി സർക്കിൾ വരുന്നത്. അതായത് മൊത്തം ആംഗിൾസ്, ഈ 3 ആംഗിൾസും കൂട്ടിയാൽ എത്ര കിട്ടണം? സെമി സർക്കിളിന്റെ ആംഗിൾ 180 ഡിഗ്രി, 180 ഡിഗ്രി കിട്ടണം. ഇത് 30, ഇത് 90, 90, 30, 120. ബാക്കി 180ലേക്ക് എത്തണമെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കണം? 60 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ നമുക്ക് ഈ ODB എന്ന ട്രയാങ്കിൾ ഒന്ന് മാറ്റി വരയ്ക്കാം. OD ഇങ്ങനെ, ഇതാണ് പെർപെൻഡിക്കുലർ വന്നിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് BO. സോ ഇത് O, ഇത് D, ഇത് B. നമുക്ക് ഈ ട്രയാങ്കിൾ അറിയുന്നത് ഈ ആംഗിൾ 60 ഡിഗ്രി ആണെന്നാണ്. ഇനി ഏതെങ്കിലും സൈഡ് അറിയാമോ? ഈ പച്ച വരെയുള്ളത് OB ആണ്, ആണല്ലോ. OBയുടെ ലെങ്ത് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? OB എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിൽ ഒരു പോയിന്റിലേക്കുള്ള ലെങ്ത് ആണ്. അത് സർക്കിളിന്റെ റേഡിയസ് ആണ്. ഓയിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കുള്ള ലെങ്ത് 2 ആണെങ്കിൽ ഓയിൽ നിന്ന് ഈ സർക്കിളിൽ ഏതൊരു പോയിന്റിലേക്കുള്ള ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. സോ OBയുടെ ലെങ്ത് എന്താണ്? 2 ആണ്. സോ OB 2. സോ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഒരാംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിലെ മറ്റു ആംഗിൾസ് എന്തായിരിക്കും? 30യും 90യും ആയിരിക്കും. സോ 30, 60, 90 എന്ന ക്രമത്തിലുള്ള ആംഗിൾസ് ഉള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ ODB. സോ അതിന്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 1:√3:2.
നമുക്ക് അറിയാവുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 2 എന്നാണ്. എന്ന് പറഞ്ഞാൽ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 1 എഴുതാം, 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് √3 എഴുതാം. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയത് ODയുടെ ലെങ്ത് ആണ് 1. ലെങ്ത് ആണ് തന്നിരിക്കുന്നത്, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരമാണ് 1. അതായത് ഒറിജിനിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മൾ 1 യൂണിറ്റ് ലെഫ്റ്റിലോട്ടേക്ക് മാറി. ഇപ്പൊ ലെഫ്റ്റിലോട്ട് മാറി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് ഈ പോയിന്റ് ഉള്ളത്. 1 യൂണിറ്റ് ആണ് മാറിയത് ആണല്ലോ. സോ അതിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? -1. 1 യൂണിറ്റ് ലെഫ്റ്റിലോട്ട് മാറി എന്ന് പറയുമ്പോൾ കുറയ്ക്കണം, 0ത്തിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ -1. ഈ പോയിന്റ് എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് അതിന്റെ y കോർഡിനേറ്റ് 0 എന്ന് കിട്ടും. സോ നമുക്ക് ഈ പോയിന്റ് കിട്ടി. അതായത് ബിനെ എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുന്ന പെർപെൻഡിക്കുലറിന്റെ ഒരു എൻഡ് പോയിന്റ് നമുക്ക് കിട്ടി. ഇനി അതിനെ y ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് വേണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ BDയുടെ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. BDയുടെ ലെങ്ത് നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? √3 എന്നാണ്. എന്ന് പറഞ്ഞാൽ y ആക്സിസിലുള്ള ഒറിജിനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും എന്ത് തന്നെയാണ്? √3 തന്നെയാണ്. അതായത് 0ത്തിൽ നിന്നും √3 മുകളിലോട്ട് കയറും. ഈ പോയിന്റ് y ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0യും y കോർഡിനേറ്റ് √3യും ആകും. ഇനി നമുക്ക് ബിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. ബിന്റെ എക്സ് കോർഡിനേറ്റ് എഴുതാൻ താഴേക്ക് നോക്കാം, -1. y കോർഡിനേറ്റ് എഴുതാൻ വലതുവശത്തേക്ക് നോക്കാം, അപ്പോൾ √3. സോ ഇതാണ് ബിന്റെ കോർഡിനേറ്റ്സ്. സോ നമുക്ക് എഴുതാം കോർഡിനേറ്റ്സ് ഓഫ് എ √3, 1. Coordinates of B -1, √3. വളരെ എളുപ്പമാണ്, കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട. സർക്കിൾ തന്നാൽ റേഡിയസ് നോക്കിക്കോളാം. അപ്പൊ ഇവിടെ റേഡിയസ് ഓൾറെഡി തന്നു 2 ആണെന്ന്. സോ ഇവിടെ വരച്ചിരിക്കുന്ന ഗ്രീൻ ലൈനും എന്ത് തന്നെയാണ്? 2 ആണ്. നമുക്ക് കാണേണ്ടത് എന്റെ കോർഡിനേറ്റ്സ് ആണെങ്കിൽ എയിൽ നിന്ന് പെർപെൻഡിക്കുലർ എക്സ് ആക്സിസുമായിട്ടും y ആക്സിസുമായിട്ടും വരയ്ക്കുക. എക്സ് ആക്സിസിൽ വരുന്ന പോയിന്റ് കണ്ടുപിടിക്കുക, y ആക്സിസിൽ വരുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കാണാൻ താഴേക്കോ മുകളിലേക്കോ നോക്കുക, y കോർഡിനേറ്റ് കാണാൻ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ നോക്കുക. അങ്ങനെ നമുക്ക് എന്റെ കോർഡിനേറ്റ്സ് എഴുതാൻ പറ്റും. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ക്ലിയർ ആവും. സെക്കൻഡ് ടേം എക്സാം 2016 ചോദിച്ച 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ചിത്രം ശ്രദ്ധിക്കുക. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, എയും ബിയും സർക്കിളിലെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. 60 എന്ന് പറഞ്ഞ സർക്കിളിലെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് എക്സ് ആക്സിസിലാണ് ഉള്ളത്. ഇത്രയും നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാക്കാം. ഇനി എ സർക്കിൾ വിത്ത് സെന്റർ ആസ് ഒറിജിൻ പാസസ് ത്രൂ ദ പോയിന്റ് 60. 60 പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 60 ആ സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി. 6, 0 എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്ന ആധാരബിന്ദു കേന്ദ്രമായ വൃത്തം. വൃത്തത്തിന്റെ ആരം കണ്ടെത്തുക. എ, ബി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. സോ ആദ്യം നമുക്ക് റേഡിയസ് കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സർക്കിള് വന്നു കഴിഞ്ഞാൽ, അതായത് സെന്റർ ഒറിജിൻ ആയിട്ടുള്ള സർക്കിൾ ആണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് R0 ആയിരിക്കും. R എന്ന് പറഞ്ഞാൽ റേഡിയസ്, അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ ആവുമ്പോൾ 0R, ഇവിടെ ആവുമ്പോൾ -R0, ഇവിടെ ആവുമ്പോൾ 0 -R. ഇങ്ങനെയാ വരും. നമ്മൾ സർക്കിളിലെ കോർഡിനേറ്റ്സ് ഓൺ സർക്കിൾസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കാണാം. അപ്പൊ നിങ്ങൾക്കത് ക്ലിയർ ആവും. എന്താണോ റേഡിയസ് അതാണ് റൈറ്റ് സൈഡിലെ എക്സ് ആക്സിസിലെ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് വരിക. സോ എക്സ് ആക്സിസിലെ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 6 ആണ്. സോ റേഡിയസ് എന്താണ്? 6 ആണ്. സോ ഒന്നാമത്തെ ആൻസർ നമുക്ക് എഴുതാം 6 യൂണിറ്റ്സ്. സെന്റിമീറ്റർ ആണോ ഒന്നും തന്നിട്ടില്ല, അപ്പോൾ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു എഴുതിയാൽ മതി. സോ ഒന്നാമത്തെ ആൻസർ 6 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ OA എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. OB എന്ന് പറയുന്നത് എന്താണ്? 6 തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കാണാൻ എയിനെ എക്സ് ആക്സിസുമായിട്ടും കണക്ട് ചെയ്യാം, y ആക്സിസുമായിട്ടും കണക്ട് ചെയ്യാം.
അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 30 ഡിഗ്രി വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ വരുന്നുണ്ട്. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഏതാണ് ആ റൈറ്റ് ട്രയാങ്കിൾ? OCA. അപ്പോൾ ബി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഫസ്റ്റ് വി കൺസിഡർ ട്രയാങ്കിൾ OCA. ഒന്നും കൂടെ സെപ്പറേറ്റ് മാറ്റി വരയ്ക്കാം. നമുക്ക് ആ തന്നിരിക്കുന്ന ട്രയാങ്കിൾ അതേപോലെ തന്നെ കുറച്ച് വലുപ്പത്തിൽ വരയ്ക്കാം. തന്ന വേർട്ടീസസ് അതേപോലെ മാക്കിയ ഇവിടെ O, ഇത് C, ഇത് A. നമുക്ക് അറിയുന്നത് ഓയിലെ ആംഗിൾ ആണ് 30 ഡിഗ്രി എന്ന്. ഓക്കെ, പിന്നെ നമുക്കറിയുന്ന OAയുടെ ലെങ്ത് അറിയാം 6. അപ്പം റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 30 ആണെങ്കിൽ മറ്റ് രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? 60യും 90. 30, 60, 90 എന്ന് വന്നാൽ അപ്പോൾ കണക്ട് ചെയ്തോളാം. എന്തുമായിട്ട്? 1:√3:2 ആയിട്ട്. നമുക്ക് അറിയുന്നത് ഏത് സൈഡാണ്? 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് നമുക്കറിയുന്നത്. അത് 6 ആണ്. അതായത് 2 6 ആയി. എങ്ങനെ? × 3 ചെയ്യുമ്പോൾ. അപ്പോൾ √3നെ × 3 ചെയ്യുക, 3√3 കിട്ടും. 1നെ × 3 ചെയ്യുക, 3 കിട്ടും. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 3 വരും. 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 3√3 വരും. സോ OCയുടെ ലെങ്ത് 3√3. മനസ്സിലായി? OC എന്ന് പറയുന്നത് 3√3 ആണ്. അതായത് ഒറിജിനിൽ നിന്ന് 3√3 വലത്തോട്ടേക്ക് മാറി എന്ന് പറയുമ്പോൾ സിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ എഴുതാം? സിന്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? 3√3,0 വരും. ബിക്കോസ് സി എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് സി കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ? അതിന് നമുക്ക് വേണമെങ്കിൽ ഡി എന്നൊക്കെ പേര് കൊടുക്കാം. ആ പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ ഓഡിയുടെ ഡിസ്റ്റൻസ് എത്രയാന്ന് കണ്ടാൽ മതി. അതായത് ഒറിജിനിൽ നിന്ന് എത്ര പോയിന്റ് മുകളിലേക്ക് മാറി എന്ന് കാണണം. അതിനു വേണ്ടിയിട്ട് AC-യുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 3 എന്ന് ആണല്ലോ. CA 3 ആണെങ്കിൽ ഓയിൽ നിന്ന് ഡിയിലേക്കുള്ളതും എത്ര തന്നെയാണ്? 3 തന്നെയാണ്. കാരണം ഇതൊരു റെക്ടാങ്കിൾ ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ 3 യൂണിറ്റ് ആണ് മുകളിലേക്ക് കയറിയത്. അങ്ങനെയാകുമ്പോൾ ഡിന്റെ കോർഡിനേറ്റ്സ് എന്താവും? 0, 3. Y ആക്സിസിലെ പോയിന്റ് ആണ്. സോ എക്സ് കോർഡിനേറ്റ് 0. ഇനി നമുക്ക് എന്റെ കോർഡിനേറ്റ്സ് എഴുതാം. എക്സ് കോർഡിനേറ്റ് എഴുതണമെങ്കിൽ താഴേക്ക് നോക്കാം. അപ്പോൾ 3√3. Y കോർഡിനേറ്റ് എഴുതണമെങ്കിൽ ഇടതുവശത്തേക്ക് നോക്കാം. 3. സോ നമുക്ക് എന്റെ കോർഡിനേറ്റ്സ് കിട്ടി 3√3,3. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ആ ഒരു ടെക്നിക്ക് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് കാണേണ്ടത് ബിന്റെ കോർഡിനേറ്റ്സ് ആണ്. ബിന്റെ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ബിനെ എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ Y ആക്സിസുമായിട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി എക്സ് ആക്സിസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു 45 ഡിഗ്രി വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റും. സോ നമുക്ക് അവിടെ വേറൊരു പോയിന്റിന് പേര് കൊടുക്കാം, ഇ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ OEB. അപ്പൊ സ്റ്റെപ്പുകളൊന്നും എഴുതി സമയം കളയണ്ട. ഇതൊക്കെ കാൽക്കുലേഷനിൽ വരുന്നതാണ്. ആൻസർ കറക്റ്റായി കിട്ടിയാൽ മാർക്കാണ്. ഓക്കെ, സോ കൺസിഡർ ട്രയാങ്കിൾ OEB. പിന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തണമെങ്കിൽ ചില സ്റ്റെപ്സുകൾ നമുക്ക് എഴുതിയേ പറ്റുള്ളൂ. പക്ഷെ സാധാരണ എഴുതണ പോലെ ഇന്നതാണെന്ന് നീട്ടി വലിച്ചെഴുതി സമയം കളയണ്ട. ഓക്കെ, OEB എന്ന ട്രയാങ്കിൾ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെയാണ് ഇ ഉള്ളത്. ഇത് O, ഇത് B. ഓക്കെ, നമുക്കറിയാവുന്നത് O 45 ഡിഗ്രി ആണ്. ഈ ലെങ്ത് OBയുടെ ലെങ്ത് 6 ആണ്. ഒരു ആംഗിൾ 45 ആണെങ്കിൽ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മറ്റ് രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഒന്ന് 45ഉം മറ്റത് 90ഉം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്ത് വരും? 1:1:√2. മറന്നു പോകരുത്, ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. നമുക്ക് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണുള്ളത്. എന്താണ്? 6 ആണ്. അതായത് √2 6 ആയി മാറും. √2 6 ആവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അപ്പൊ കറക്റ്റായിട്ട് √2നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 6 കിട്ടുക എന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നേരത്തെ നമുക്ക് ഡയറക്റ്റ് കിട്ടി. 2 × 3 ആണ് 6. അപ്പൊ √2 × ഏത് നമ്പറാണ് 6? നമ്മൾ √2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നും പഠിച്ചിട്ടില്ല. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്താൽ മതി? ഏതാണോ വലിയ നമ്പർ 6/√2 ചെയ്താൽ മതി.
അപ്പൊ 6/√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1നെ 6/√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/√2 തന്നെ, 1നെ 6/√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6/√2 തന്നെ. അപ്പോൾ ഒരു 45ന് ഓപ്പോസിറ്റ് 6/√2, ഇതും 45 തന്നെയാണ്. ഈ 45ന്റെ ഓപ്പോസിറ്റും 6/√2 വരും. ഓക്കെ, അപ്പോൾ OEയുടെ ലെങ്ത് കിട്ടി 6/√2. അതായത് ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് 6/√2 മാറിയിരിക്കുന്നത്. ലെഫ്റ്റിലോട്ട് മാറി എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ നെഗറ്റീവ് നമ്പറിലേക്ക് പോകണം. അപ്പോൾ ഈ ഇയുടെ കോർഡിനേറ്റ്സ് എന്താ? -6/√2, 0. മനസ്സിലാവുന്നുണ്ടോ? ഇനി മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ y ആക്സിസുമായിട്ട് കണക്ട് ചെയ്ത പോയിന്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് എത്ര ദൂരം മോളോട്ട് കയറി എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ലെങ്ത് തന്നെയാണ് EBയുടെ ലെങ്ത്. EBയുടെ ലെങ്ത് നമുക്ക് കിട്ടി 6/√2. അപ്പൊ 6/√2 തന്നെയാണ് മുകളിലേക്ക് മാറിയിരിക്കുന്നത്. സോ ഇത് 0,6/√2 ആകും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോർഡിനേറ്റ്സ് ഓഫ് B? X കോർഡിനേറ്റ് കാണാൻ താഴേക്ക് നോക്കാം, -6/√2. Y കോർഡിനേറ്റ് കാണാൻ വലതുവശത്തേക്ക് നോക്കാം, 6/√2. സോ നമുക്ക് ആൻസർ കിട്ടി. കോർഡിനേറ്റ്സ് ഓഫ് A are 3√3, 3. കോർഡിനേറ്റ്സ് ഓഫ് B are -6/√2, 6/√2. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ ക്വസ്റ്റ്യൻ പലതവണ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഒരു തവണ കേൾക്കുമ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും, നേരത്തെ ചെയ്ത പ്രോബ്ലം, ഇപ്പോൾ ചെയ്ത പ്രോബ്ലം, ഇതേപോലെ തന്നെ റേഡിയസ് മാറ്റിക്കൊടുത്ത് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും.